ഇത് നമ്മൾ പാലക്കാട്ടുകാരുടെ ഒരു ട്രഡീഷണൽ സ്നാക്കായ കോറുണ്ട ഉണ്ടാക്കിയാലോ. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുക നോക്കാം. ഇത് വളരെ ഹെൽത്തിയും അതുപോലെ തന്നെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. നമുക്കിത് 4 മണി പലഹാരമായിട്ട് ചായയുടെ കൂടെ കഴിക്കാൻ നല്ല ഒരു റെസിപ്പിയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം. ഇതിനായി ഞാനിവിടെ കോറ, തേങ്ങ, പിന്നെ പഞ്ചസാര, വെള്ളം, ഇത്രയും മാത്രമേ നമുക്കിതിന് ആവശ്യമുള്ളൂ. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുക നോക്കാം. 2.5 കപ്പ് കോറപ്പൊടിയിലേക്ക് ഒരു 7 ടേബിൾ സ്പൂൺ തേങ്ങ ഇട്ട് കൊടുക്കാം. ഇത് നമുക്ക് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 10 സ്പൂണ് ഷുഗർ ഇട്ട് കൊടുക്കാം. ഇത് മധുരത്തിനനുസരിച്ച് നിങ്ങൾക്ക് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാവുന്നതാണ്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നമുക്കിത് കുഴച്ചെടുക്കാം. ഇത് ചപ്പാത്തി മാവിൻ്റെ പരുവത്തിലാണ് നമുക്ക് കുഴച്ചെടുക്കേണ്ടത്. ഇപ്പോൾ ഈ മാവെല്ലാം നന്നായി കുഴച്ചിട്ടുണ്ട്. ഇത് കണ്ടില്ലേ, ഇതുപോലെ ആയിരിക്കണം കുഴച്ചെടുക്കേണ്ടത്. ഇനി നമുക്ക് ഈ മാവിനെ ചെറിയ ഉണ്ടകളാക്കി മാറ്റാം. ഇനി നമുക്ക് ഈ എല്ലാ ഉണ്ടകളെയും നമുക്ക് സ്റ്റീം ചെയ്ത് വേവിച്ചെടുക്കാം. അതിനായി ഞാനിവിടെ ഒരു ഇഡ്ഡലി പാത്രം വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് എല്ലാ ഉണ്ടകളും ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഓരോന്നോരോന്നായിട്ട് ഇതിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. നമുക്കിത് മൂടി വെച്ച് വേവിക്കാം. ഒരു 3-4 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കിത് ഓപ്പൺ ചെയ്ത് ഒന്ന് വെന്തോ നോക്കാം. ഇതിലേക്ക് ഒന്നും ആയിട്ടില്ല. അപ്പോൾ ഇത് നന്നായി വെന്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. ഇനി ബാക്കിയുള്ളത് കൂടി ആവി കയറ്റാം. ഇതിൽ ഞാൻ നട്ട്സിൻ്റെ പീസസ് വെച്ചിട്ടുണ്ട്, ഒരു ഡെക്കറേഷന് വേണ്ടിയിട്ടാണ്. അങ്ങനെ ഇതും ആയിട്ടുണ്ട്. നമുക്കിതും എടുത്തു മാറ്റാം. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുണ്ടാക്കി നോക്കി ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു സോ മച്ച്.